ഇന്ന് നമ്മൾ പെൺകുട്ടികളൊക്കെ ഒത്തിരി വിദേശത്ത് പോവുകയും മൈഗ്രേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് വരുന്നൊരു പ്രോബ്ലം അവർക്ക് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം, പഠിക്കണം. അവിടെ ചെന്നിട്ട് അവർക്ക് അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകണം. പിന്നെ ഇമിഗ്രേഷൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പറ്റിയൊരു പാർട്ണറെ കണ്ടുപിടിക്കണം. ഇതെല്ലാം വരുമ്പോൾ അവരുടെ മാരേജ് ലേറ്റാവും. മാരേജ് കഴിഞ്ഞാലും കുഞ്ഞുങ്ങളുണ്ടാകാൻ താമസിക്കുക. അവരുടെ വിവാഹത്തിന് മുമ്പ് തന്നെ അവർ AMH വാല്യൂ ടെസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര സഹായകരമാണ്. അതനുസരിച്ച് ഒരു ട്രീറ്റ്മെൻറ്റ് ഷെഡ്യൂൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ AMH വാല്യൂ വളരെ കുറവാണെങ്കിൽ FSH വാല്യൂ നമ്മൾ നോക്കണം. അപ്പം FSH വാല്യൂ ഒരു മോർ ദാൻ 24 ഒക്കെ ആണെങ്കിൽ അത് വളരെ നമ്മൾ ഒരു 3 മാസം ഇൻ്റർവെല്ലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തമായിട്ടൊരു ധാരണയുണ്ടാവും. വളരെ ഹൈ FSH വാല്യൂ ലോ AMH ഒക്കെ ആണെങ്കിൽ അവർ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നീട് അവർ കുഞ്ഞുങ്ങളെ വേണമെന്ന് വിചാരിക്കുമ്പോൾ അവർക്ക് അവരുടെ ഓവറിക്ക് ആരോഗ്യമില്ലാണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഏജ് റിലേറ്റഡ് മാത്രമല്ല, നമ്മൾ ഏജ് മാത്രം നോക്കരുത്. ചിലർക്ക് നേരത്തെ തന്നെ അത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു വരാം. അതുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, വിവാഹപ്രായം വൈകും അല്ലെങ്കിൽ കരിയർ ഓറിയൻ്റായിട്ട് പോകുന്ന എല്ലാ പെൺകുട്ടികളും അവരുടെ AMHും FSHും നോക്കുന്നത് വളരെ സഹായകരമാണ്. അവരുടെ റിസർവിനെ പറ്റി അറിയാൻ അത് അവരൊത്തിരി സഹായിച്ച് അവരുടെ റിപ്രഡക്റ്റീവ് ലൈഫ് പ്ലാൻ ചെയ്യാൻ അവരെ സഹായിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു കൺസെപ്റ്റിന് വളരെ പ്രാധാന്യമുണ്ട്.